അടിമാലിക്ക് സമീപം ദേശീയപാതയിലുണ്ടായ ദുരന്തത്തിനിരയായവർക്കുള്ള സാമ്പത്തിക സഹായങ്ങളുടെ കാര്യത്തിൽ ജില്ലാ ഭരണകൂടം വേണ്ട ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ചെറുപാട്ട്. ദേശീയപാത വിഭാഗമാണ് ഇക്കാര്യത്തിൽ പൂർണ്ണമായും കുറ്റക്കാരെന്നും ധനസഹായം നൽകേണ്ട ചുമതല ദേശീയപാത വിഭാഗത്തിനാണെന്നും ജില്ലാ ഭരണകൂടം ഇടപെട്ട് നഷ്ടപരിഹാരം ഉടൻ വാങ്ങി നൽകുമെന്നും കളക്ടർ പറഞ്ഞു. അടിമാലിക്ക് സമീപം ദേശീയപാതയിൽ ഉണ്ടായ ദുരന്തത്തിന് ഇരയായവർക്കുള്ള സാമ്പത്തിക സഹായങ്ങളുടെ കാര്യത്തിൽ ജില്ലാ ഭരണകൂടം വേണ്ടത്ര ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. സംഭവം പ്രകൃതി ദുരന്തമായി കണക്കാക്കാനാകില്ലെന്നും ദേശീയപാത വിഭാഗമാണ് ഇക്കാര്യത്തിൽ പൂർണ്ണമായും കുറ്റക്കാരെന്നും ധനസഹായം നൽകുന്ന കാര്യത്തിൽ NH അധികൃതരോട് ജില്ലാ ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. ഈ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാർക്ക് അവർ ക്യാമ്പിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് കുറെ പേർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ക്യാമ്പിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു 15,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ദേശീയപാത അതോറിറ്റി അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മരിച്ചുപോയ ബിജുവിന്റെ മകൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കാമെന്നോ അത് ഇന്നലെ മാത്രമാണ് കൊടുത്തത്. അതിലൊരു കാലതാമസം വന്നിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപ ഇന്നലെ കൊടുത്തായിട്ടാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേശീയപാത അതോറിറ്റിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അപ്പോൾ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇൻഷുറൻസ് കവറേജ് ലഭ്യമാക്കുന്നത് വരെ, ആ ഇൻഷുറൻസ് തുക ലഭ്യമാക്കുന്നവരെ വാടക വീട്ടിൽ താമസിക്കുന്നവർ ഇപ്പോൾ 15 പേരാണ് വാടക വീട്ടിൽ താമസിക്കുന്നത്. ആ വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ വീട്ടുവാടക ദേശീയപാത അതോറിറ്റി കൊടുക്കാമെന്ന് അന്നത്തെ മീറ്റിംഗിൽ ഭവനയുടെ മന്ത്രിയുടെ മീറ്റിംഗിൽ അവർ എഗ്രി ചെയ്താണ്. അതിന്റെ മിനിറ്റ്സ് ഒക്കെ ഉണ്ട്. അതേസമയം മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം ദേശീയപാത വിഭാഗം നൽകിയിട്ടുണ്ടെന്നും ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട 15 കുടുംബങ്ങൾ വാടക കെട്ടിടത്തിൽ കഴിയുന്നുമുണ്ട്. ഇവർക്ക് വാടക ഇനത്തിൽ പ്രതിമാസം ചെലവാകുന്ന തുക ദേശീയപാത വിഭാഗം നൽകാമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങളായി വാടക ലഭിച്ചിട്ടില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും പങ്കെടുത്ത യോഗത്തിൽ വാടക നൽകുമെന്ന് ദേശീയപാത അധികൃതർ സമ്മതിച്ചിരുന്നതായും കളക്ടർ പറഞ്ഞു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.